സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒടുവിൽ തന്ത്രി അറസ്റ്റിലായതോടെ നമ്മൾ ഇതുവരെ കേട്ട കഥകളെല്ലാം തകർന്നു വീഴുകയാണ്. പിണറായി വിജയനിലേക്കും സർക്കാരിലേക്കും തിരിഞ്ഞു നിന്ന പ്രൊപ്പഗണ്ടകൾ, പോറ്റി കേറ്റി എന്ന പാട്ട്, മാധ്യമങ്ങളുടെ അതിവേഗ ആവേശം എല്ലാം എവിടെ പെട്ടെന്ന് പോയി? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 4 കാര്യങ്ങളാണ്. അവ മനസ്സിലായാൽ ഈ കേസ് ആരെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ആയിരുന്നുവെന്നും ആരാണ് ഒടുവിൽ കുടുങ്ങിയതെന്നും നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആകും. അതിനു മുമ്പ് ചെറിയ രീതിയിലൊരു പശ്ചാത്തലം പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കേട്ടത് എന്തൊക്കെയായിരുന്നു? പോറ്റിയെ കേറ്റി എന്ന പാട്ട് UDFിൻ്റെ മുദ്രാവാക്യം പോലെയായിരുന്നു. പാർലമെന്റിന് മുന്നിൽ വരെ UDF എംപിമാർ അത് പാടി. മാധ്യമങ്ങൾ വളരെ ആവേശത്തോടെ വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ എന്ന പരാമർശത്തിലായിരുന്നു കേരളത്തിലെ മിക്ക മാധ്യമങ്ങളുടെയും താല്പര്യം. അതും നമുക്ക് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് പോലെയായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. അതായത് ലക്ഷ്യമിടുന്നത് ഒരാളെ മാത്രം. പക്ഷെ പിന്നീട് പെട്ടെന്ന് മാധ്യമങ്ങളും മറ്റ് പലരും ഈ വാർത്തകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതും കേരളം കണ്ടു. പിണറായി വിജയൻ പോറ്റിയുടെ രഹസ്യം പറഞ്ഞെന്നും മറ്റുമുള്ള ഫോട്ടോ പൊളിഞ്ഞതോടെയും സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ട ചിത്രം കൂടുതൽ പ്രചാരം നേടിയതോടെയുമാണ് UDFുകാർ ഇത് വിട്ടിട്ട് പോയത്. പിന്നീട് അവർ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടിയിട്ടില്ല എന്ന് തോന്നുന്നു. ആ സമയത്ത് അടൂർ പ്രകാശ് നൽകിയ വിശദീകരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾ ഈ കേസ് വിട്ടത് കേസ് അന്വേഷണം അവർ വിചാരിച്ച ആളിൽ നിന്ന് ഒറിജിനൽ തുല്യനിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കിയതോടെയാണ്. ആ ദൈവതുല്യനാണ് ഒടുവിൽ അറസ്റ്റിലായത്. അങ്ങനെയാണ് ഈ കേസിൻ്റെ പ്രൊപ്പഗണ്ടകൾ പൊളിഞ്ഞു വീണത്. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തപ്പോൾ ചില നിഗമനങ്ങളിലേക്ക് മാധ്യമങ്ങൾ വീണ്ടും പോയത് കാണാതെ പോകുന്നില്ല. പക്ഷേ അത് താൽക്കാലികം മാത്രമായിരുന്നു. പിന്നീട് മാധ്യമങ്ങൾ സൈലൻ്റ് ആകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായിരുന്നു. ഇതെല്ലാം എന്തിനാണ് പറഞ്ഞത് എന്ന് ഇനി ഞാൻ പറയുന്ന 4 കാര്യങ്ങളിൽ ആദ്യത്തേതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. കേസിൽ വലിയ പ്രൊപ്പഗണ്ടയിലേക്ക് കാര്യങ്ങൾ പോകാൻ വഴിതെളിച്ചത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ ഒരു പരാമർശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരാമർശം. ഇതാണ് ആദ്യത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്. ദൈവതുല്യരായി കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നായിരുന്നു പത്മകുമാർ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. എന്നാൽ അത് തന്ത്രിയെക്കുറിച്ചാണോ എന്ന ചോദ്യത്തിന് പത്മകുമാർ മറുപടി നൽകിയില്ല. തുടർന്ന് പത്മകുമാറിൻ്റെ ആ ദൈവതുല്യം പിണറായി വിജയനാണ് എന്ന നറേറ്റീവ് സൃഷ്ടിക്കാനാണ് ചില മാധ്യമങ്ങളും മറ്റു ചില ആൾക്കാരും കിണഞ്ഞ് ശ്രമിച്ചത്. പത്മകുമാർ ദൈവതുല്യരെക്കുറിച്ച് പറഞ്ഞതിനെ രാജീവരോട് നേരത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവതുല്യരായ എത്രയോ പേർ ഉണ്ടല്ലോ എന്നായിരുന്നു. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യർ ആരെന്ന് താൻ എങ്ങനെ അറിയുമെന്നും തന്ത്രി തിരിച്ചു ചോദിച്ചിരുന്നു. പിന്നീടും ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ പത്മകുമാറിനോട് വീണ്ടും ചോദിച്ചു, ആരെക്കുറിച്ചാണ് ദൈവതുല്യർ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ വേട്ടനായ്ക്കളല്ല എന്നായിരുന്നു ഈ പത്മകുമാറിൻ്റെ മറുപടി. ദൈവതുല്യൻ ശവന്തീനി അല്ലെന്നും എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നും പത്മകുമാർ അന്ന് മറുപടി പറഞ്ഞിരുന്നു. കണ്ഠര് രാജീവരെ SITക്ക് നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇവിടെയാണ് രണ്ടാമത്തെ ട്വിസ്റ്റ്. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഉണ്ണികൃഷ്ണന് പോറ്റിയെ അറിയാം, പക്ഷേ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് താനല്ല. ശബരിമലയിൽ ഒട്ടേറെ വഴിപാടുകൾ നടത്തുന്ന ഭക്തൻ എന്ന നിലയിലും പൂജാരിയുടെ സഹായി എന്ന നിലയിലും പോറ്റിയെ പരിചയമുണ്ടായിരുന്നു എന്നാണ് തന്ത്രി അന്ന് മൊഴി നൽകിയത്. സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരമാണ്. സ്വർണ്ണപ്പാളികൾ പുതുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും തന്ത്രിമാരായ കണ്ഠര് രാജീവരും മോഹനരും മൊഴി നൽകി. എന്നാൽ ശബരിമലയിൽ തന്ത്രി അറിയാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാം ദൈവത്തിൻ്റെ മുകളിൽ കൊണ്ട് ഇടുന്ന തന്ത്രമാണ് തന്ത്രി പയറ്റുന്നതെന്ന് SIT ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അദ്ദേഹം തന്നെ എഴുതിയ, അതായത് തന്ത്രി തന്നെ എഴുതിയ ഒരു കുറിപ്പാണ് തന്ത്രി കുടുങ്ങുന്നതിൽ നിർണായകമായത്. ഇവിടെയാണ് കേസ് തിരിഞ്ഞു മറിഞ്ഞത്. സ്വർണ്ണപ്പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ അന്വേഷണം നടത്തിയ വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ തന്ത്രിയുടെ ഒരു കുറിപ്പിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു എന്നാണ് തന്ത്രി രാജീവര് ഈ കുറിപ്പിൽ എഴുതിയിരുന്നത്. ദ്വാരപാലകരിലും കോവിലിൻ്റെ തെക്കും വടക്കുമുള്ള മൂലകളിലും പൂശിയ സ്വർണം മാറി ചെമ്പ് തെളിഞ്ഞതുകൊണ്ട് സ്വർണം പൂശി വൃത്തിയാക്കാൻ അനുവദിക്കാമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ഈ കുറിപ്പിൽ രാജീവര് എഴുതിയിട്ടിരുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലും തെക്ക് വടക്കുള്ള മൂലകളിലെ തൂണുകളിലും സ്വർണം പൂശുകയല്ല പൊതിഞ്ഞതാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് തന്ത്രി ഈ കുറിപ്പ് എഴുതിയതെന്ന് പിന്നീട് SIT കണ്ടെത്തി. കേസിൻ്റെ അന്വേഷണം
തന്നിലേക്ക് നീങ്ങുന്നു എന്ന് തന്ത്രി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായാണ് തന്ത്രിയെ SIT കുരുക്കിയത്. ഇവിടെയാണ് SITയുടെ തന്ത്രം നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഹൈക്കോടതിയിൽ SIT നടത്തിയ വെളിപ്പെടുത്തലാണ് തന്ത്രിയെ ജാഗ്രതയിലാക്കിയതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുൻകൂർ ജാമ്യത്തിനായി തന്ത്രി ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ SIT തന്ത്രപരമായി നീങ്ങിയതോടെ തന്ത്രി മുൻകൂർ ജാമ്യ നീക്കവുമായി മുന്നോട്ട് പോയില്ല. തന്ത്രി രക്ഷപ്പെടാനുള്ള വഴി തേടുമെന്ന് മനസ്സിലാക്കിയ SIT അംഗങ്ങൾ നീക്കങ്ങൾ വൈകിപ്പിച്ചതാണ് ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. നീക്കങ്ങൾ വൈകിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് കയറി അറസ്റ്റിലേക്ക് പോകുമെന്നുള്ളൊരു സൂചന തന്ത്രിക്ക് കൊടുത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശക്തനാക്കിയത് തന്ത്രിയാണ്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിൻ്റെ മുഖ്യ പങ്ക് കണ്ഠരര് രാജീവർക്കാണെന്ന് SITയുടെ വിശദമായ അന്വേഷണത്തിൽ വ്യക്തമായി. പോറ്റി ശാന്തിക്കാരനായി ജോലി ചെയ്ത ബംഗളൂരുവിലെ ക്ഷേത്രത്തിലെ തന്ത്രി മുഖ്യൻ കണ്ഠരര് രാജീവരായിരുന്നു. ഈ ബന്ധമാണ് പോറ്റിയെ ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിയമിക്കാൻ കാരണമായത്. വിവിധ ഭാഷകൾ അറിയുന്ന പോറ്റി ശബരിമലയിലെത്തിയപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ധനികരെ തന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ പോറ്റി ആരോപണ വിധേയനായി ശബരിമലയിൽ നിന്ന് പോയെങ്കിലും തന്ത്രിയുടെ ഇടപെടലിലൂടെ ഇദ്ദേഹം ഒരു സ്പോൺസർ എന്നുള്ള നിലയിൽ, അതായത് കൂടുതൽ സ്വാധീനമുള്ള സ്ഥാനത്ത് തിരിച്ചെത്തിയെന്ന കാര്യമാണ് SIT മനസ്സിലാക്കിയത്. ശബരിമലയിൽ തന്ത്രിയുടെ വാക്കിന് വലിയ വിലയുള്ളതുകൊണ്ട് തന്നെ ഈ പോറ്റിയുടെ തിരിച്ചുവരവ് വളരെ എളുപ്പത്തിൽ സാധിച്ചു. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ മൊഴികളുടെ അടിസ്ഥാനത്തിലോ അല്ല തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നാണ് SITയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് SIT ഇത്രയും നിർണായകമായ ഒരു നീക്കം നടത്തിയത്. തന്ത്രിയുടെ പങ്ക് കണ്ടെത്താൻ വിപുലമായ അന്വേഷണം തന്നെ SIT നടത്തിയെന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. തന്ത്രിക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നിയമപരമായി കേസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് SIT കുഴപ്പിച്ചത്. എന്നാൽ തന്ത്രിക്ക് സർക്കാർ ശമ്പളം നൽകുന്നതിനാൽ അദ്ദേഹം അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് SIT കണ്ടെത്തി. തന്ത്രിയെ പഴുതടച്ച് അറസ്റ്റ് ചെയ്യാനായി വീണ്ടും അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ വിശദമായി പരിശോധിച്ചു. സാക്ഷിയാക്കാൻ വേണ്ടി എന്നോണം SIT നിരന്തരം തന്ത്രിയെ ബന്ധപ്പെടുകയും ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിൽ നിന്ന് തന്ത്രിയെ തടയുകയായിരുന്നു SITയുടെ ലക്ഷ്യമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് വളരെ തന്ത്രപരമായാണ് SIT ഈ ചോദ്യം ചെയ്യലിലേക്ക് തന്ത്രിയെ എത്തിച്ചത്. ഇതിനുശേഷമാണ് കൊല്ലം കോടതിയിൽ കഴിഞ്ഞ ദിവസം പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം നടന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നതിനെക്കുറിച്ച് SIT മിണ്ടിയില്ല. ഇതോടെ തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് തന്ത്രിയും കരുതി. അതിനാലാണ് തന്ത്രി മൊഴി നൽകാനായി ധൈര്യത്തോടെ എത്തിയത്. കേന്ദ്ര ഏജൻസി അന്വേഷണം ഏറ്റെടുത്താലും SITയുടെ അന്വേഷണത്തിൽ വീഴ്ച ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം SITക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായാണ് അന്വേഷണ സംഘം നീങ്ങിയതെന്നും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വെച്ച പ്രൊപ്പഗണ്ടകളും നറേറ്റീവുകളുമെല്ലാം തകർത്ത് ഒറിജിനൽ ദൈവതുല്യനിലേക്ക് SIT എത്തി നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കരുതി വെച്ച പല സ്ക്രിപ്റ്റുകളും പൊളിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് UDFും BJPയും ഉള്ളതെന്ന് പറയാം. ED ഈ സ്വർണ്ണക്കൊള്ളക്കേസിൽ കേസെടുത്ത അന്ന് തന്നെയാണ് SIT നിർണായകമായ നീക്കം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ തന്ത്രിയിലേക്ക് SIT എല്ലാ തെളിവുകളോടെയും എത്തിയതോടെ ഈ കേസിൽ ED പടച്ചുവിടുന്ന ഉപകഥകളുടെ മാറ്റ് ഇത്തിരി കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നയതന്ത്ര ചാനലിലെ സ്വർണ്ണക്കടത്ത് കേസിൽ കേട്ടതുപോലെ പലതും നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോകില്ല എന്ന് തോന്നുന്നു. എന്നാലും ചിലതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് തീർച്ച. നമുക്ക് കാത്തിരിക്കാം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.